നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച നിലമ്പൂരിൽ ഇനി പ്രിയപുത്രൻ MLA ബാപ്പുട്ടിയുടെ നാമധേയത്തിൽ മണ്ഡലം. ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂർ പിടിച്ചെടുത്തു. ആര്യാടൻ ഷൗക്കത്തിന് 11,007 വോട്ടിന്റെ മിന്നും വിജയം. ഇടത് സ്വാധീന കേന്ദ്രങ്ങളിലെല്ലാം UDF മുന്നേറ്റം. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന് ഭൂരിപക്ഷം നേടാനായത് കരുളായി പഞ്ചായത്തിൽ മാത്രം. സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിലും ബൂത്തിലും സ്വരാജ് പുറകിൽ പോയി. ഒറ്റയ്ക്ക് പോരാടി കരുത്ത് തെളിയിച്ച് മുൻ MLA PV അൻവർ 19,760 വോട്ട് നേടി. തകർന്നടിഞ്ഞ് BJP. ആകെ ലഭിച്ചത് 8,648 വോട്ട്. കെട്ടിവെച്ച കാശ് നഷ്ടം. കേരളം മുഴുവൻ UDF ആഹ്ലാദമേളം. വിജയാഹ്ലാദത്തിനിടയിലും ഹൃദയവേദനയുടെ ദിനവുമായി ആര്യാടൻ ഷൗക്കത്ത്. പിതൃ സഹോദരൻ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. മുഖ്യമന്ത്രിയും CPM-ന്റെ സമുന്നത നേതാവുമായ VS അച്യുതാനന്ദന് ഹൃദയാഘാതം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. VS മെഡിക്കൽ ICU-വിൽ ചികിത്സയിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് CPM. MV ഗോവിന്ദനും TP രാമകൃഷ്ണനും ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ അവസാനിക്കുന്നില്ല വിവാദ കോലാഹലം. വിദ്യാലയത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനിടെ PTA പ്രസിഡന്റിന് രക്ഷിതാവിന്റെ മർദ്ദനം. ഭക്ഷ്യവിഷബാധയ്ക്ക് പ്രസിഡന്റാണ് ഉത്തരവാദിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. മുഖത്ത് ഇടിയേറ്റ പ്രസിഡന്റ് സുശാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെല്ലുവായി മുണ്ടൻകോട് സ്വദേശിക്കെതിരെ പോലീസിൽ പരാതി. മധ്യ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമായ ഉത്രാളിപ്പൂരത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകുന്ന ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് മുഖ്യ പങ്കാളിത്ത ദേശം എങ്കക്കാട്. വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനുമുള്ള നിയന്ത്രണം പിൻവലിക്കണമെന്നും ദേശപ്പൊതുയോഗം. പ്രസിഡന്റായി PR സുരേഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. C ജയേഷ് കുമാർ ജനറൽ സെക്രട്ടറി. T നീലകണ്ഠൻ പുതിയ ട്രഷറർ. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഏറെ ശ്രദ്ധേയമായി മാതൃസമിതിയുടെ പ്രവർത്തനം. ക്ഷേത്രം ഐശ്വര്യത്തോടെ നിലനിർത്താൻ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പരക്കെ പ്രശംസ. ക്ഷേത്ര ശുചീകരണവും വിശ്വാസ പുണ്യത്തിന്റെ ഭാഗമായുള്ള വിളക്കുകളും ഇനി മുതൽ മാതൃസമിതി ശുചീകരിക്കും. സേവന പ്രവർത്തനത്തിന് തുടക്കം. അന്താരാഷ്ട്ര യോഗ വാരാചരണം. അവളൂർ കൈപ്പറമ്പ് പഞ്ചായത്തുകളിൽ വ്യത്യസ്തതയാർന്ന പരിപാടികളുടെ യോഗ പ്രദർശനം. കൈപ്പറമ്പിൽ 11 യോഗ ക്ലബ്ബുകളിലെ 100 അംഗങ്ങളുടെ യോഗ പ്രദർശനം നടന്നു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരം. പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു. അവളൂരിൽ മികവായി യോഗ ഡാൻസ്. തങ്കമണി ശങ്കുണ്ണി ഉദ്ഘാടക. വടക്കാഞ്ചേരി കോടതിയിലും പരിപാടി. കാലവർഷം കനക്കുമെന്ന് പ്രതീക്ഷ. വാഴാനി ഡാം ജലാശയം പുഴയിലേക്ക് വീണ്ടും തുറന്നു. സ്ലൂയിസ് വാൽവ് 18 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. നിലവിൽ 55.87 മീറ്ററാണ് ജലത്തിന്റെ അളവ്. ആകെ സംഭരണ ശേഷിയായ 62.48 മീറ്ററിന്റെ 56%. മദ്യം ഉള്ളിൽ ചെന്നാൽ വയറ്റിൽ കിടക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല. ഓട്ടുവാറ പട്ടണ ഹൃദയം സ്തംഭിപ്പിച്ച യുവാവ്. മദ്യലഹരിയിൽ സംസ്ഥാന പാതയ്ക്ക് കുറുകെ കിടന്ന് പരാക്രമം. ഏറെ നേരം ഗതാഗത സ്തംഭനം. കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച പോലീസിനെയും വെറുതെ വിടാതെ വിഹാരം. മദ്യം വാങ്ങി അരയിൽ തിരുകുമ്പോൾ ഇനി നന്നായി സൂക്ഷിക്കണം. ലക്ഷ്യം തെറ്റി നിലത്ത് വീണാൽ കുപ്പി പൊട്ടിച്ചിതറും. മദ്യവിൽപ്പന
ചില്ലുകുപ്പിയിലാക്കാൻ സർക്കാർ നീക്കം. ശക്തമായ കാറ്റ്, കൂടെ വില്ലനായി മഴ. എരുമപ്പെട്ടി മങ്ങാട് മരം കടപുഴകി റോഡിലേക്ക് വീണ് സംസ്ഥാന പാതയിൽ 1 മണിക്കൂറോളം ഗതാഗത സ്തംഭനം. ചാത്തൻകുളം റോഡിന് സമീപമാണ് മരം വീണത്. അപകട സമയത്ത് കടന്നുപോയിരുന്ന വാഹനങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന് ആരോപണം. അതിരപ്പള്ളി പ്രകൃതി സുന്ദരമായ ഇടം മാത്രമല്ല, കാട്ടാനകളുടെയും വിഹാര കേന്ദ്രം. ട്രക്കിങ്ങിനെത്തിയ ഇരിങ്ങാലക്കുട സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് സംഭവം. വാച്ചറും ഫോറസ്റ്റ് ഗാർഡും ഉൾപ്പെടെ 7 പേരടങ്ങുന്ന സംഘം രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം. വടക്കാഞ്ചേരി നഗരസഭയുടെ പാർലിക്കാട് പട്ടിച്ചിറക്കുളത്തിൽ നീന്തുന്നതിനിടെ ഓട്ടോറിക്ഷ ഡ്രൈവായ യുവാവ് മുങ്ങി മരിച്ചു. തെക്കുംകര തിരുവോണം നഗർ സ്വദേശി കല്ലിപ്പറമ്പിൽ വീട്ടിൽ 47-കാരൻ സുനിൽ കുമാറാണ് ദുരന്തത്തിനിരയായത്. കൂട്ടുകാരോടൊത്ത് കുള പരിസരത്തെത്തിയാണ് നീന്തൽ സാഹസികത. മൃതദേഹം പുറത്തെടുത്തത് വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ മുങ്ങൽ വിദഗ്ധൻ സവാദ്. തെക്കുംകരയിലെ ഓട്ടോ ഡ്രൈവറാണ് മരിച്ച സുനിൽ കുമാർ.